ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ചെറിയ ചാറ്റമഴയായിരുന്നു. അങ്ങനെ മഴയൊക്കെ കുറച്ച് നേരത്തേക്കേ ഉള്ളായിരുന്നു. മഴയൊക്കെ മാറിയപ്പോഴത്തേന് കരിയില കിളിയും അണ്ണാനും ഒക്കെ നമ്മുടെ മുറ്റത്തൊക്കെ വന്നു. അന്നേരം ഒരു ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു. അന്നേരത്തിന് നമ്മുടെ പൂച്ചയും പട്ടിയും എല്ലാവരും വെയിലൊക്കെ കൊണ്ടിരിക്കുകയായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ രാവിലെ കറണ്ട് ഇല്ലായിരുന്നു ഗൈസ്. രാവിലെ ചേട്ടത്തി അവിയൽ വെച്ചിട്ടുണ്ട്. ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫാമിലി ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള മണിക്കുട്ടി ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കാം. രാവിലെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ച് വന്ന് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് പാചകത്തിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. വെയിലൊക്കെ മാറി ഇനി അടുത്ത മഴയ്ക്കുള്ള കോള് കയറിക്കൊള്ളുന്നുണ്ട്. അപ്പോൾ മഴയ്ക്ക് മുമ്പേ നമുക്ക് തുണിയൊക്കെ അലക്കാനുണ്ട്. അപ്പോൾ അടുക്കളയൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി എല്ലാം കഴുകി സെറ്റ് ചെയ്യും. ഇനി നമുക്ക് രാവിലെ പഴങ്കഞ്ഞി കുടിച്ചാൽ എന്താ. അപ്പോൾ പഴങ്കഞ്ഞിക്ക് ചോറ്, ഇന്നലത്തെ മോര്, ഇന്നലത്തെ കൊഞ്ച് തീയൽ, ചമ്മന്തി ഇത്രയും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു. രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ പഴങ്കഞ്ഞൂടി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അമ്മയും ഞാനും ചേട്ടനും എല്ലാവരും കൂടെ കൂടിയായിരുന്നു പഴങ്കഞ്ഞൂടി കഴിഞ്ഞത്. പിന്നീട് ഉച്ചക്കത്തേക്കുള്ള മീൻകറി വെക്കാൻ പോവുകയാണ്. മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം മത്തി നമുക്ക് തേങ്ങ അരച്ച് പച്ചയ്ക്ക് അരച്ച് വെക്കത്തില്ലേ, അങ്ങനെ നമുക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മഴ എപ്പോൾ പെയ്യും വെയിലെപ്പോൾ വരുമെന്ന് നമുക്ക് ഒട്ടും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് തുണി അലക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മീൻ കറിക്കുള്ള അരപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് മീൻ വെട്ടിക്കഴിയണം. അപ്പോൾ ഞാനും അമ്മയും കൂടെ മീൻ വെട്ടാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് മീനുണ്ടായിരുന്നു, പെട്ടെന്ന് തീരാൻ വേണ്ടി. അപ്പോഴത്തേക്ക് നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ അതാണ്ട് മീൻ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക. അവർക്കുള്ള തലയൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് മാറ്റി വെച്ച് അങ്ങനെ മീൻ കറിക്കുള്ള എല്ലാം സെറ്റ് ചെയ്ത് അടുപ്പിലാക്കിയതിന് ശേഷം നമ്മൾ മുറിക്കാവൊക്കെ ഒന്ന് തുടയ്ക്കണമായിരുന്നു. കാരണം നമ്മൾ അടുക്കള ഇരുന്ന് നമ്മൾ മീൻ വെട്ടി കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് ഒന്ന് തുടച്ച് വാരി മഴയ്ക്ക് മുമ്പേ മുറ്റം ഒന്ന് തൂത്തി വാരാമെന്ന് വിചാരിച്ചു. ഈ ഒരു സൈഡ് എപ്പോഴും കരിയില വീഴുകയും അഴുക്കാവുന്ന ഒരു ഏരിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ തൂത്ത് വാരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ എല്ലാം തൂത്ത് വാരി കൊണ്ടുപോയി കളഞ്ഞ് ശേഷം ഗൈസ് ഇത്തിരി വെള്ളം എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇന്നലെ കലക്കി വെച്ച ടാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അതും ഇച്ചിരി കുടിച്ചിട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേനും നമ്മുടെ മീൻ കറി അവിടെ സെറ്റായിട്ടുണ്ട്. കറി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് വെക്കുന്ന ആളാണ് നമ്മുടെ അമ്മ. അപ്പോൾ അമ്മ കറി നോക്കിയപ്പോഴത്തേനും സൂപ്പറാന്ന് പറഞ്ഞു. പിന്നീട് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് ഒരു പായസം പോലെ വെച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ മീൻ വറുത്തത്, മീൻ കറി, രസം, പയറുതോരൻ എല്ലാം കൂടെ കൂട്ടി ഒരടിപൊളി ഒരു ഉച്ചയൂണായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ഒരു ചെറിയ ചൂടോടെ ഈ ഒരു പായസവും. ഇതിൻ്റെ അകത്തെ റെസിപ്പി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. അങ്ങനെ മഴയും തുടങ്ങി. അപ്പോൾ ഇനി ചെറിയൊരു ഉറക്കം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.